മൂന്നാം തവണയും BJP സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതെല്ലാം സ്റ്റോക്സിനാണ്, ഏതെല്ലാം സെക്ടറിനാണ് ഒരു ബൂം സംഭവിക്കാൻ പോകുന്നത്? അപ്പം അതിനെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ മാനിഫെസ്റ്റോ, അതായത് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ള മാനിഫെസ്റ്റോ അവർ ഇറക്കിയിട്ടുണ്ട്. 76 പേജുകളുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ എവിടെയാണോ ബുള്ളിഷ് ആ രീതിയിൽ നമ്മൾ ബുള്ളിഷായി ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോക്കും അടിപൊളിയായിട്ട് റാലി ചെയ്യും. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ വെച്ച് ചെക്ക് ചെയ്തിട്ടുള്ള കമ്പനികളുടെ പേര് വിവരങ്ങൾ ഓരോ സെക്ഷനിലും നമ്മൾ എത്തുന്ന സമയത്ത് ഞാനത് വായിക്കും. എന്ത് രീതിയിലാണ് ആ കമ്പനി അറിയപ്പെടുന്നത്, എന്തുകൊണ്ട് ആ കമ്പനി മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്ന ഓരോ കമ്പനികളും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതും നിങ്ങളുടെ അനാലിസിസ് പ്രകാരം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതും ഇല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നോക്കാം. ഇതാണ് അവരുടെ മാനിഫെസ്റ്റോയുടെ ഫസ്റ്റ് പേജ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് 45 വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കുറച്ച് സെക്ടേഴ്സ് മാത്രമേ. ഇതിലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സെക്ടേഴ്സിൽ നമുക്ക് പല പല കാര്യങ്ങളും കാണാൻ പറ്റും. അങ്ങനെ എല്ലാ സെക്ടേഴ്സിനും നമ്മൾ പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കമ്പനികൾ പോലും നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കി തരാൻ ചാൻസ് ഉള്ള കുറച്ച് കമ്പനികളും കുറച്ച് സെക്ടേഴ്സുമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബ്. അതായത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ PLI സ്കീം, ഈ PLI സ്കീമിന് ഇവിടെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നൊന്ന് ചെറുതായി സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ PLI സ്കീം എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനികളെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഡിക്സോൺ എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയാണ്. ഡിക്സോൺ ടെക്നോളജീസ് ആണ് അതിൻ്റെ പേര്. അവർ എന്താണ് അവരുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, ഡിക്സോൺ ഈസ് ദ വൺ ഓഫ് ദ ലാർജസ്റ്റ് LED TV മാനുഫാക്ചേഴ്സ്. LED TV മാത്രമല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതാ ഇപ്പോൾ അവരുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ലൈറ്റിംഗ് പ്രോഡക്ട്സ്, ഹോം അപ്ലയൻസ്, മൊബൈൽ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല OEM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ആണ്. അതായത് വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവരുടെ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ഡിക്സോൺ ടെക്നോളജീസ്. പ്രൊമോട്ടിംഗ് ഡിഫൻസ് മാനുഫാക്ചറിങ്. അപ്പം ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ നമുക്ക് 2 കമ്പനികളാണ് കണ്ടെത്തി വെച്ചത്. മസ്ഗൗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, വാർഷിപ്പ്, സബ് മറൈൻസ്, അതുപോലെ തന്നെ കാർഗോ പാസഞ്ചർ ഷിപ്സ്, ഓഫ് ഷോർ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആളുകളാണ് മസ്ഗൗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഡിഫൻസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ മസ്ഗൗൺ ഡോക്കിൻ്റെ പ്രാതിനിധ്യം നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കമ്പനിയായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ വ്യോമയാന മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഉള്ള കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. ഇതുപോലെ തന്നെ ഇപ്പോൾ മസ്ഗൗൺ ഡോക്ക് എങ്ങനെയാണോ മറൈന് പ്രിയപ്പെട്ടതാവുന്നത് അതുപോലെ തന്നെ എയറിന് പ്രിയപ്പെട്ടതാവുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. കമ്പനി ഹാവിങ് എ സ്പെഷ്യലൈസേഷൻ ഇൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് പ്രൊവൈഡിങ് ഇറ്റ്സ് മെയിൻ്റനൻസ് ആൻഡ് റിലേറ്റഡ് സർവീസസ്. അതുമാത്രമല്ല ഇവിടെ ഇതാ മാനുഫാക്ചർ ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ്, റിപ്പയർ മെയിൻ്റനൻസ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത് ഡിഫൻസിനെ എത്രയോ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡിഫൻസ് സെക്ടറിലേക്ക് നരേന്ദ്രമോദി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെയും അതുപോലെ തന്നെ മസ്ഗൗൺ ഡോക്കിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. അതിൻ്റെ ഒരു റാലി നമുക്ക് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കില്ല. ഇപ്പോൾ ഇവിടെ PE റേഷ്യോ ഉണ്ട്, അതേപോലെ തന്നെ ROE, ROEC, ഇവരുടെ കയ്യിലുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ, പ്രൊമോട്ടർ ഹോൾഡിങ്, അവരുടെ ഡെപ്റ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളിവിടെ പ്രതിപാദിക്കാൻ നിൽക്കുന്നില്ല ഈ വീഡിയോയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു സീസണലായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഇതിനെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടല്ല പരിഗണിക്കുന്നത്. കാരണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇനിയും സാധ്യതകൾ വരും. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും ഈ ഒരു ഇലക്ഷൻ റാലി ക്യാച്ച് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ സക്സസ് റാലി ക്യാച്ച് ചെയ്യാന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. കാരണം ഇതിൽ ഭൂരിഭാഗം കമ്പനികളും നമുക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ്. എത്രയോ നല്ല കമ്പനികളുണ്ട്. ചില കമ്പനികൾക്ക് PE വാല്യൂ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ കമ്പനീസിനെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അല്ലാതെ തന്നെ നല്ല വാല്യുവേഷനിലുള്ള കമ്പനികൾ ഇതിലുണ്ട്. പക്ഷേ എല്ലാ കമ്പനികളും നമ്മളങ്ങനെ കാണാനും അത് ഏതൊക്കെ കമ്പനികളാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് അത് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നോക്കാം. ഇനി നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പ്രൊമോട്ടിങ് ഷിപ്പ് ബിൽഡിങ്. അപ്പോൾ ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് വരും. BDL ഒന്ന് പരിശോധിച്ച് നോക്കാം.
ഭാരത് ഡൈനാമിക്സ്. The company manufactures anti-tank guided missile, surface to air missile weapon systems, air to air missile weapon systems, underwater weapon systems, associated equipments also, refurbishment of missiles. ഇത്രയും കാര്യങ്ങൾ ഈ കമ്പനി ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനി എന്തുകൊണ്ടും ഇലക്ഷന് ശേഷം നല്ലൊരു റാലി രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഇതാ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണിത്. വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ എന്തെല്ലാമാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ പറഞ്ഞെന്താണ്, വി വിൽ എക്സ്പാൻഡ് ദ റെയിൽവേ നെറ്റ്വർക്ക് ടു ഇൻക്രീസ് കപ്പാസിറ്റി ഫോർ പാസഞ്ചർ ആസ് വെൽ ആസ് കാർഗോ ട്രാൻസ്പോർട്ടേഷൻ. വി ഹാവ് കൺസ്ട്രക്റ്റഡ് 31,000 kilometers railway tracks in the last 10 years. We are now adding 5,000 plus kilometers of new tracks every year and will continue to add new tracks at the pace for the next few years. Already 31,000 കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി 5,000+ കിലോമീറ്റേഴ്സ് ന്യൂ ട്രാക്ക് എവറി ഇയർ ഉണ്ടാക്കും. അപ്പം ഇതൊരു വലിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് 5,000+ കിലോമീറ്റേഴ്സ് ഇനി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിത് എന്തുകൊണ്ട് വിശ്വസിക്കണം? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ളതിൽ 100-ൽ 80% കാര്യങ്ങളും നടത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ 5,000+ ഉണ്ടാക്കുമെന്നുള്ള ഒരു, കാരണം ഹിസ്റ്ററീനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവർ ഇത്രയും നിർമ്മിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്. നിർമ്മിക്കുന്നതോട് കൂടിയിട്ട് കമ്പനീസിന് അതിനുള്ള ഓഫേഴ്സ് കിട്ടും, കമ്പനീസിന് ഒരുപാട് ഇൻകം വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിക്ക് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനി ഏതൊക്കെ കമ്പനീസിനാണ് ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത്രയധികം കിലോമീറ്റേഴ്സ് നിർമ്മിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരുപാട് ട്രെയിനുകളും ഒരുപാട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ കോച്ച് നിർമ്മിക്കുന്ന കമ്പനി ഏതാണെന്ന് നമുക്ക് നോക്കി വെക്കാം. ഞാൻ വിചാരിക്കുന്നു ടിറ്റാഗ്രഹ് എന്നുള്ള കമ്പനി നമുക്ക് നോക്കി വെക്കാം. ടിറ്റാഗ്രഹ് റെയിൽ സിസ്റ്റം. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു മാനുഫാക്ചർ 8,400 wagons, 200 metro coaches and 36 electric multiple unit coaches and process around 30,000 tons of casting steel per annum. പിന്നെ അതുപോലെ തന്നെ ജൂപ്പിറ്റർ വാഗൺസ് എന്നൊരു കമ്പനി ഉണ്ട്, വാഗൺസ് ലിമിറ്റഡ്. ഇവർ കോച്ചാണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചരക്ക് തീവണ്ടികൾക്കുള്ള കോച്ചാണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഇത്രയധികം റെയിൽവേ ട്രാക്കുകൾ ഇനി വരാൻ പോവുകയാണെങ്കിൽ എന്തായാലും ഇനി ഒരുപാട് ചരക്ക് ട്രെയിനുകളും സാധാ ട്രെയിനുകളും വരും, ചരക്ക് ട്രെയിനുകളും വരും. അപ്പം അതുകൊണ്ട് ജൂപ്പിറ്റർ വാഗൺസിന് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അത് മാത്രമല്ല ജൂപ്പിറ്റർ വാഗൺസ് ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അവർ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോച്ചുകൾ സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ ഇൻക്രീസിങ് ടിക്കറ്റ് അവൈലബിലിറ്റി. ഇതൊക്കെ IRCTCനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇൻക്രീസിങ് ടിക്കറ്റ് അവൈലബിലിറ്റി. നമ്മൾ ഒരുപാട് റെയിൽവേ വരുന്ന സമയത്ത്, അതായത് ഒരുപാട് ലൈൻസ് വരുന്ന സമയത്ത് ഒരുപാട് സ്റ്റേഷൻസും വരും. അപ്പോൾ ഇങ്ങനെ സ്റ്റേഷൻ വരുന്ന സമയത്ത് സ്റ്റേഷൻ്റെ അതുപോലെ പ്ലാറ്റ്ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് RVNL, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. ഗേജ് കൺവേർഷൻ, ന്യൂ ലൈൻസ്, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, മേജർ ബ്രിഡ്ജസ്, വർക്ക്ഷോപ്പ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണ്. അതിൻ്റെ പുറമെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാനും റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്ക് മുഴുവൻ ഇവരല്ല ചെയ്യുക, കുറേ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യും മറ്റ് കമ്പനികൾക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ കോൺട്രാക്റ്റ് എടുക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. റെയിൽവേ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ 2 കമ്പനികളോട് സംസാരിക്കാനുണ്ട്. അതായത് എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന 2 കമ്പനികൾ. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഒരു ടെലികോം കമ്പനിയാണ് റെയിൽടെൽ. എത്രത്തോളം റെയിൽവേ ട്രാക്കുകൾ നീളം കൂടുന്നോ അത്രത്തോളം റെയിൽടെല്ലിൻ്റെ ഫൈബർ കേബിളുകൾ റെയിൽവേ ട്രാക്കിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കണക്ടിവിറ്റി ടെലികോം മേഖല വെച്ച് നോക്കുകയാണെങ്കിൽ റെയിൽടെല്ലിന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ റെയിൽടെൽ എന്നുള്ള സ്റ്റോക്ക് നമുക്ക് റെയിൽവേയിൽ പരിഗണിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയധികം കാര്യങ്ങൾ നടക്കുമ്പം ഇതിനൊക്കെ ഫൈനാൻസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അത് IRFC ആണ്, ഇന്ത്യൻ റെയിൽവേൻ്റെ ഫൈനാൻസ് കോർപ്പറേഷൻ. അപ്പം ഇത്രയധികം കമ്പനികൾക്ക് വേണ്ടി ഫണ്ട് ഗവൺമെൻറ് ശേഖരിക്കുന്നത് IRFCയിൽ നിന്നാണ്. ഓക്കെ, വിട്ടുപോയിട്ടുള്ള ഒരു കമ്പനി കൂടെ ഉണ്ട്. ആ കമ്പനി ഏതാണെന്ന് വെച്ചാൽ HBL പവർ സിസ്റ്റംസ് ആണ്. HBL പവർ സിസ്റ്റംസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു കവച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്.
ഈ കവച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് നെയ്മഡ് കവച്. അതായത് ട്രെയിനുകളുടെ കൂട്ടിയിടി, മാനേജ്മെൻറ്റ്, ഇത്രയും വലിയൊരു ശൃംഖല റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിനൊക്കെ നമ്മൾ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇതിനെല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ എയർ സിസ്റ്റം ഒക്കെ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ റെയിൽ സിസ്റ്റത്തിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് HBL പവർ സിസ്റ്റംസ്. അപ്പോൾ ഒരുപാട് റെയിൽവേ ട്രാക്കുകൾ നമുക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും HBL പവർ സിസ്റ്റവും അതുപോലെ തന്നെ മൂവ് ചെയ്യാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വരാം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ആമറോൺ, എക്സൈഡ് അങ്ങനത്തെ കമ്പനികളൊക്കെയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും, ഭാരതത്തിനെ ഫാർമസി ഓഫ് ദ വേൾഡ് ആക്കി മാറ്റാനുള്ള ഒരു മിഷൻ. ആ ഒരു മിഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫാർമസി കമ്പനികൾ ഉറപ്പായിട്ടും റാലി ചെയ്യും. അപ്പം ഏതെല്ലാം കമ്പനികൾ റാലി ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവർ വേറൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്, API കമ്പനീസാണ്. അപ്പോൾ എന്താണ് API കമ്പനീസ് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള API സെക്ഷനിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആയിരിക്കും നന്നായിട്ട് റാലി ചെയ്യാൻ പോകുന്നത്. കുറച്ച് കമ്പനീസ് ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമ്പനീസ്, ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി പോലെയുള്ള കമ്പനികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് API കമ്പനീസ് അല്ലാത്ത. ആദ്യത്തെ ഒരു കമ്പനിയാണ് ഗ്രാനുവൽസ്. ഓക്കെ, നമുക്ക് അതിനെ ഇവിടെ എബൌട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഒരു ബ്രാക്കറ്റിൽ APIs എന്ന് പറഞ്ഞിട്ടുണ്ട്. APIs എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത കമ്പനി എൻ്റെ പ്രിഫറൻസ് സൈദസ് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാവും, ഇതൊക്കെ ഡയറക്റ്റായിട്ട് API ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, API 4% ഓഫ് ദ റവന്യൂ API ആണ്. അപ്പം സൈദസ് ആൻഡ് ഗ്രാനുവൽസ് കമ്പനി നല്ല കമ്പനിയാണ്, അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് സൈദസിന്. പിന്നെ ഗ്രാനുവൽസ് വലിയൊരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി അല്ലെങ്കിൽ പോലും ബാക്കി ഫണ്ടമെന്റൽസും കാര്യങ്ങളും വാല്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇതാണ്. API കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന് എന്തായാലും ഒരു ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇതാണ് നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റോയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇനി ഇതിൽ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. എല്ലാ സെക്ടേഴ്സിലും കയറി ചെല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും അങ്ങനെയുള്ള കുറച്ച് സെക്ടേഴ്സാണ് എടുത്തത്. അപ്പോൾ അതിൽ നമ്മളിപ്പം EV ചെയ്തു, ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു, ഡിഫൻസ് ചെയ്തു, പിന്നെ ഗ്ലോബൽ ഹബ്ബ് ഫോർ മാനുഫാക്ചറിങ് ചെയ്തു, ഫാർമ ചെയ്തു. ഈ ഒരു 5 സെക്ടറിലാണ് ഞാൻ ബുള്ളിഷ് ആയിട്ടുള്ളത്, അതായത് ഹെവി ബുള്ളിഷ് ആയിട്ടുള്ളത്. എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ഈ ഒരു റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന അത്രയും സെക്ടേഴ്സ് ഇതാണ്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അനാലിസിസ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് മാത്രം ഈ സെക്ഷനിലേക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഓക്കെ എന്ന് തോന്നുന്നത് നിങ്ങളുടെ അനാലിസിസ് പ്രകാരം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.